വീരം എന്ന് പറയുന്ന ഒരു രസം. ശൃംഗാരം, വീരം, കരുണം, സങ്കടം. കഥകളിൽ പ്രധാനമായ ഉപാംഗമാണ് കണ്ണ്. ഈ രണ്ട് മുദ്രകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വാക്കുണ്ടാകുന്നത് പോലെ രണ്ട് മുദ്രകൾ ചേർത്ത് കഥകളിയിൽ ഒരു വാചകമുണ്ട്. കഥകളിയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത് 13ാമത്തെ വയസ്സിലാണ്. ഞാൻ കല്ലറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഇങ്ങനെ എൻ്റെ അമ്മാവൻ കഥകളി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കലാമണ്ഡലത്തിൻ്റെ ഒരു പരസ്യം കാണുകയും, അപ്പോൾ എനിക്ക് കഥകളിയോടുള്ള അഭിവാഞ്ച നേരത്തെ അറിയാവുന്ന അദ്ദേഹം അതിനപേക്ഷിക്കാൻ പറയുകയും, അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോകുന്നതും ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നതും. അത് പാസ്സായി. അന്നത്തെ കാലത്തൊക്കെ വളരെ കുറച്ച് കുട്ടികളെ കഥകളിയിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കഥകളിയിൽ തെക്കൻ കളരി വിഭാഗത്തിൽ ചേർന്ന് പഠിക്കാൻ അവസരം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നെ പഠിക്കാൻ ചെന്നപ്പോഴാണ് ഈ കഥകളി നമ്മൾ പുറമേ നിന്ന് കണ്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. അരങ്ങത്തെ ഒരു മാസ്മരിക പ്രഭാവലയങ്ങളും അതിൻ്റെ ആഹാര്യ ഭംഗിയും കണ്ട് ആകർഷകരായാണ് കഥകളിലേക്ക് നമ്മൾ എപ്പോഴും പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിൻ്റെ പഠന സമ്പ്രദായം ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാര്യം വെളുപ്പിന് 3 മണി എണീറ്റ് 4 മണിക്ക് കളരിയിലെത്തി തുടങ്ങുന്ന അഭ്യാസ പ്രകടനങ്ങൾ, അതായത് അഭ്യാസം, കളരിച്ചിട്ടകൾ, ഉഴിച്ചിൽ തുടങ്ങിയ അതികഠിനമായ പരിശീലന മാതൃകകൾ എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു ചെറിയ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ കഥകളി തുടക്കം. പക്ഷെ അത് ചെന്നപ്പോൾ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി തുടരാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ പഠിക്കുന്ന സമയം ശരിക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മഴക്കാലം, മൺസൂൺ കാലഘട്ടത്തിലാണ് കഥകളിയുടെ ഏറ്റവും കഠിനമായ അഭ്യാസ ക്രമങ്ങൾ വരുന്നത്. അതായത് കളരിച്ചിട്ടയുടെ ഏറ്റവും പ്രധാനമായ ഉഴിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് ശീലിച്ചു. പിന്നെ കലാമണ്ഡലത്തിൻ്റെ ചിട്ടകൾ, ഞാൻ പഠിച്ചു വളർന്ന സാഹചര്യം ആയിരുന്നില്ല. ഒരു പുതിയ സാഹചര്യം, പുതിയ കാലഘട്ടം, ഹോസ്റ്റൽ ജീവിതം, അങ്ങനെയൊക്കെയാണ് കഥകളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ വളരെയധികം ഇഷ്ടമായി തോന്നുകയും പിന്നെ ആ കഥാപാത്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ തുടങ്ങുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 3 വർഷത്തിന് ശേഷമാണ് അരങ്ങേറ്റം തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ കലാമണ്ഡല ഗോപകുമാറാശൻ, കലാമണ്ഡല പ്രസന്നകുമാറാശൻ, കലാമണ്ഡല രാജശേഖരനാശൻ എന്നിവരുടെ 3 പേരുടെയും കീഴിൽ അഭ്യസിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് കഥകളിലേക്കുള്ള എൻ്റെ പ്രവേശനം ആരംഭിക്കുന്നത്. എൻ്റെ വീടിനടുത്തുള്ള, അതായത് കൊല്ലം ജില്ലയിലെ തെക്കേ അറ്റത്തുള്ള തച്ചോണം എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ അടുത്തുള്ള തച്ചോണം ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും കഥകളി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കണ്ട് കുട്ടിക്കാലത്ത് തന്നെ കഥകളി ക്ഷേത്രങ്ങളിലെ കഥകളി കണ്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതിൻ്റെ ആഹാരാംശങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. വേഷഭംഗിയും, നമുക്ക് കഥ എന്താണെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടുള്ള ആ ഒരു മാസ്മരികത, കഥകളിയുടെ ആ പ്രഭാവലയം എന്നെ വളരെയധികം ആകർഷിക്കുകയും അങ്ങനെയാണ് കഥകളി പഠിക്കണമെന്ന മോഹം അപ്പോഴും വന്നിട്ടില്ല. ഈ കഥകളിയോടുള്ള ആ ഒരു അഭിവാഞ്ച തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ കഥകളി മുഖ്യമായും ആകർഷിക്കുന്നത് അതിൻ്റെ ആഹാര്യ സമ്പ്രദായമാണ്. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് കഥകളിൽ 4 അഭിനയ സമ്പ്രദായങ്ങളാണുള്ളത്. വാചികം, ആംഗികം, സാത്വികം, ആഹാര്യം. അതിൽ ആഹാര്യം എന്ന് പറയുന്നത് വേഷവിധാനങ്ങളാണ്. വിവിധ തരത്തിലുള്ള നിറങ്ങളും വേഷങ്ങളും ചേർന്നാണ് കഥകളിയുടെ അതിൻ്റെ ആ ഒരു സത്ത എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വേഷം, പച്ചവേഷം, കത്തിവേഷം, കരിവേഷം, താടിവേഷം എന്നൊക്കെ പറയുന്ന ആ വേഷത്തിൻ്റെ ഓരോ ഭംഗികൾ, അല്ലെങ്കിൽ ഇതിലുപയോഗിക്കുന്ന നിറഭേദങ്ങൾ, നിറങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മനയോല എന്ന ധാതുദ്രവ്യമാണ്. ഒരു മഞ്ഞ നിറത്തിലുള്ള വളരെ കട്ടി കൂടിയ ഒരു കല്ലാണ് മനയോല എന്ന് പറയുന്നത്. ഈ മനയോലയെ നന്നായിട്ട് പൊടിച്ച് വെളിച്ചെണ്ണയിൽ അരച്ചെടുത്തതിന് ശേഷം നീലം ചേർത്തിട്ട് പച്ച നിറമാക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥകളിൽ നിറങ്ങൾ ഉണ്ടാകുന്നത്. പല നിറത്തിലുള്ള വർണ്ണങ്ങൾ, അതായത് നീലം ചേർത്ത്, നീല മനയോല എന്നാണ് നമ്മൾ കഥകളിൽ പച്ച നിറത്തിന് പറയാറ്. അപ്പോൾ മനയോല, ചായല്യം, ചുവന്ന കല്ല് അല്ലെങ്കിൽ ചുവന്ന പൊടി ചേർത്തുണ്ടാക്കുന്ന ചായല്യം, മഞ്ഞ നിറം, ഇങ്ങനെ പല നിറങ്ങൾ ചേർത്താണ് ഒരു വേഷം രൂപീകൃതമാകുന്നത്. കൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത ചുട്ടിയാണ്. കഥകളിൽ ചുട്ടി കുത്തുക എന്ന് പറയും. ഈ പുതിയ കാലഘട്ടത്തിൽ, അതായത് 2024 ഈ തുടക്കത്തിൽ പോലും കഥകളിയുടെ മാറ്റങ്ങൾ പ്രകടമാണ്. മുൻകാലങ്ങളിൽ, അതായത് ഏതാണ്ട് 400 വർഷം മുൻപുള്ള ഒരു കലാരൂപമാണ് കഥകളി എന്ന് നോക്കാം.
ആധുനിക കാലഘട്ടത്തിലും ഈ കഥകളിലൂടെ മുൻപുണ്ടായിരുന്ന കലയിൽ നിന്ന് ആ ഒരു ആവിഷ്കാരത്തിൽ നിന്ന് ഏറെയൊക്കെ മാറിയിട്ടുണ്ട്. വേഷവിധാനത്തിലും രംഗാവതരണത്തിലും ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന് പുതിയ ആട്ടക്കഥകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ധാരാളം പുതിയ ആട്ടക്കഥകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും ഈ പഴയ കഥകളാണ് ഇപ്പോഴും കൂടുതൽ അവതരിപ്പിക്കാറ്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ നില അല്ലെങ്കിൽ ക്ലാസിക്കൽ ശൈലി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വരുന്നത്. ഇപ്പം നളചരിതം എന്നൊരു കഥ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അവതരിപ്പിച്ചത്, പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ സമയക്രമങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ കഥകൾ, അപ്പോൾ ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. ഏകലവ്യ ചരിതം എന്നൊരു ആട്ടക്കഥ പഠിക്കുന്ന സമയം, അതായത് 6ാം വർഷം കലാമണ്ഡലത്തിൽ പഠിക്കുന്നത് ലാസ്റ്റ് ഇയർ, അതായത് 97-ലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വർഷം എനിക്ക് എഴുതാൻ തോന്നിയ ഒരു കഥ ആണത്. പെട്ടെന്നൊരു കഥ എൻ്റെ ഉള്ളിലേക്ക് വരികയായിരുന്നില്ല. ഞാൻ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ഏകലവ്യൻ എന്നൊരു കഥാപാത്രം കഥകളിൽ നമ്മൾ സിനിമയിലായിരുന്നാലും ഏതൊരു ഇതിലായിരുന്നാലും ഏതൊരു കലാരൂപത്തിലായിരുന്നാലും ഒരു നല്ലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഥ വിജയിപ്പിക്കാനാവും. ഉദാഹരണത്തിന് കർണൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് കർണൻ. അപ്പോൾ ഈ കർണൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ആ കഥകളിലും നമ്മളിലുണ്ടാകും. എന്ന് പറഞ്ഞ പോലെ ഏകലവ്യൻ എന്ന ആ ഒരു കഥാപാത്രം എൻ്റെ ഉള്ളിൽ ഒരു കഥാപ്രസംഗത്തിൽ നിന്ന് കേട്ടപ്പോഴുണ്ടായ ഒരു പ്രചോദനമാണ്. അപ്പോൾ ആ ഏകലവ്യൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ കറുത്ത അധ്യായങ്ങളാണ്. അതെല്ലാം ഒരു കഥകളിയിലൂടെ ആവിഷ്കൃതമാക്കുക എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഏകലവ്യനെ മുഖ്യ കഥാപാത്രമാക്കി ഒരു കഥകളി ഞാൻ എഴുതി ഉണ്ടാക്കിയത്. ആ എഴുതുന്ന സമയത്ത് ഒരു അവതരിപ്പിക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല, കാര്യം ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നല്ലോ. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ ആ സമയത്ത് അധ്യാപകരുടെ പ്രോത്സാഹനം കൊണ്ട് അന്നത്തെ ചെയർമാനായിരുന്ന നമ്മുടെ പത്മശ്രീ ONV കുറുപ്പ് സാറാണ് അത് നിലവിളക്ക് അല്ലെങ്കിൽ കളിവിളക്ക് തെളിയിച്ച് ആ കഥ ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ കളരിയിൽ, ഞാൻ പഠിച്ച കളരിയിൽ എൻ്റെ ഗുരുദാന രാജശേഖരനാശനാണ് ഇത് ചൊല്ലി അടിച്ചത്. അപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു സംഭവമാണ് എൻ്റെ കഥ ഞാൻ പഠിച്ച കളരിയിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ ചൊല്ലിയാടിച്ച് കലാമണ്ഡലം കൂത്തമരത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിനുശേഷം ധാരാളം അരങ്ങളിലെ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 5 കഥാപാത്രങ്ങളുടെ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കഥ ആയിട്ടാണ് ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെയധികം ഈ കാലഘട്ടത്തിൽ പുതിയ കഥകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് കഥകൾ പോലും. ഇപ്പോൾ അതുമാത്രമല്ല, അതുകൂടാതെ തായ്വാൻ എന്ന രാജ്യത്ത് ഞാൻ സഞ്ചരിക്കുകയുണ്ടായി. വളരെ വർഷങ്ങളായത് 2004 മുതൽ ഈ 2018 വരെയും തായ്വാനിൽ എല്ലാ വർഷവും ഇന്ത്യ ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു ഓർഗനൈസർ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു പുതിയ കഥ അല്ലെങ്കിൽ ഒരു ചൈനീസ് കഥകളിലേക്ക് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ജെഫ്രി എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അദ്ദേഹം കുറേ കഥകൾ എന്നെ മുന്നിൽ വെച്ചു. അപ്പോൾ നമുക്ക് അതിന് കഥകളിക്ക് പറ്റിയ കുറേ കഥകൾ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അതിലൊരു കഥ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. സത്യത്തിൽ ഞാൻ അതിൻ്റെ കാർട്ടൂണാണ് കണ്ടത്, പക്ഷെ അതിൽ തന്നെ ആ ഒരു കഥാപാത്രം യങ് സംഭു ആൻഡ് ചൂ ഇങ് തായ് എന്ന് പറയുന്ന 2 കഥാപാത്രം, അതായത് ബട്ടർഫ്ലൈ ലവേഴ്സ് എന്നൊരു കഥ. അത് വളരെയധികം, അതായത് ചൈനീസ് കൺട്രികൾ അല്ലാതെ തന്നെ ഇപ്പോൾ ജപ്പാനിലും ഹോങ്കോങ്ങിലും ഒക്കെ വളരെയധികം പ്രശസ്തമായ ഒരു കഥയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ഒരു കഥ ബട്ടർഫ്ലൈ ലവേഴ്സ് എന്ന കഥകളിലേക്ക് കൊണ്ടുവരികയാണുണ്ടായത്. അത് കഥകളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മണിപ്രവാള സാഹിത്യമാണ് നമ്മൾ കഥകളിലേക്ക് ഉപയോഗിക്കുന്നത്, മലയാളവും സംസ്കൃതവും ചേർന്ന സാഹിത്യരൂപം. അപ്പോൾ ഞാൻ ചെയ്തത് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരുകൾ, നമ്മുടെ ചൈനീസ് പേരുകൾ യങ് സംപോ എന്നുള്ളത് നമ്മൾ ഗുണപാലൻ എന്ന പേരിലേക്ക് കൊണ്ടുവരികയും കഥ അതാണെങ്കിലും നമ്മുടെ കഥാപാത്രങ്ങളുടെ പേരെല്ലാം നമ്മുടേതായ ഇന്ത്യൻ പേരുകൾ, നമ്മുടെ ഭാരതീയമായ പേരുകൾ സ്വീകരിച്ചിട്ടാണ് ഞാനതിൽ ഒരു പുതിയ ആട്ടക്കഥ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കഥ ബട്ടർഫ്ലൈ ലവേഴ്സ് തായ്വാനിലും അവതരിപ്പിച്ച് കഴിഞ്ഞു. തായ്വാനിൽ വളരെയധികം നിറഞ്ഞ ജനങ്ങളുടെ സദസ്സിൽ ടിക്കറ്റ് ഷോ ആയിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അവർ 2 വശങ്ങളിലും സ്ക്രീൻ വെച്ച് അതിൻ്റെ കഥയൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ബെയ്ജിങ്ങിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അവിടുത്തെ അംബാസഡർ ആയിരുന്ന മിസ്റ്റർ TP സീതാറാം സാർ, ചൈനയിലെ അംബാസഡർ ആയിരുന്ന അന്നത്തെ അംബാസഡർ നിരുപമ റാവുവിന് കത്തെഴുതുകയും ഈ ഒരു കഥ ചൈനീസ് കൺട്രികളിൽ കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഇന്ത്യ ചൈന ഫെസ്റ്റിവൽ സമയത്ത് എന്നെ മാഡം, അതായത് നിരുപമ റാവു ചൈനയിലേക്ക് ബെയ്ജിങ്ങിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അന്ന് അവിടുത്തെ തിയേറ്ററിൽ വളരെയധികം മനോഹരമായ ഒരു സദസ്സിൽ, ധാരാളം നിറഞ്ഞ ഒരു സദസ്സ്, പ്രൗഢഗംഭീരമായ സദസ്സിൽ ബട്ടർഫ്ലൈ ലവേഴ്സ് എനിക്ക് ബെയ്ജിങ്ങിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അതും വളരെ ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു അന്നുണ്ടായത്. ഇപ്പോൾ നമ്മളൊരു കഥ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ കഥയിലെ കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നാമം വെക്കുന്നത് മുതലാണ്. കഥയിൽ ആദ്യത്തെ
ഒരു മേക്കപ്പിൻ്റെ ആദ്യത്തെ തേപ്പ് എന്ന് പറയുന്നത്, തേക്കുന്നതിൻ്റെ ആദ്യത്തെ രംഗമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ചുവടാണ് നാമം വയ്ക്കുക, ഒരു പച്ചവേഷത്തിൽ നാമം വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മേക്കപ്പ് തുടങ്ങുന്ന ആ സമയം മുതൽ നമ്മളൊരു കഥാപാത്രമായി മാറുകയാണ്. ഇപ്പോൾ സബ് കഥാപാത്രങ്ങളായിരിക്കാം, ആൻറ്റി ഹീറോ ക്യാരക്ടറായിരിക്കാം, അല്ലെങ്കിൽ ദുഷ്ട കഥാപാത്രങ്ങളായിരിക്കും, ഏത് കഥാപാത്രമായിരുന്നാലും ആ ഒരു കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ ദുശാസനൻ, ദുര്യോധനൻ രണ്ട് കഥാപാത്രം, അല്ലെങ്കിൽ കർണൻ, അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഏകലവ്യൻ, അല്ലാന്നുണ്ടെങ്കിൽ ഏത് കഥയായിരുന്നാലും, ഏത് അർജുനൻ തുടങ്ങി ഏത് കഥയായിരുന്നു, കാട്ടാളൻ തുടങ്ങിയ ഏത് കഥാപാത്രമായിരുന്നാലും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായി, സ്വഭാവത്തിലേക്ക് നമ്മൾ ആ ഒരു സമയം ഇറങ്ങിച്ചേരും. അത് വളരെയധികം പെട്ടെന്നുണ്ടാവുന്നതല്ല. നമ്മളിപ്പോൾ വർഷങ്ങളായി ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കിരീടം വെച്ച് കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഒരു കഥാപാത്രമായി അരങ്ങത്ത് തിരശ്ശീല തുടങ്ങി, തിരശ്ശീലയിൽ തൊട്ട് തിരനോക്ക് തുടങ്ങുമ്പോൾ ഒരു കാട്ടാളൻ, കത്തിവേഷം, അല്ലെങ്കിൽ താഴിവേഷത്തിൻ്റെ പുതിയ പുതിയ മാനരസങ്ങൾ, നമ്മൾ അതൊക്കെ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ പ്രവേശിക്കുന്നതായി തോന്നും. ക്ഷീണമുണ്ടാകുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ കാണും. പലപ്പോഴും ചില കഥാപാത്രങ്ങൾ, ഉദാഹരണം ദക്ഷയാകും, അതിൽ ഭദ്രകാളി ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭദ്രകാളിയുടെ കഥാപാത്രം എന്ന് പറയുന്ന ചിലർ അത് ഭദ്രകാളി ഈ തെക്കൻ നാടുകളിലേക്ക് തുള്ളണം എന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു അംശം ഉള്ളിൽ വന്നാൽ മാത്രമേ ആ ഒരു ഫീൽ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്ന രീതിയിൽ അവതരിപ്പിച്ച് പോകത്തേ. അപ്പോൾ ചില നിമിഷങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് കഥാപാത്രങ്ങൾ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദുഃഖം, കഥാപാത്രത്തിൻ്റെ ആ ഒരു ക്രൗര്യം, ദേഷ്യം, സങ്കടങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ പ്രവേശിക്കുന്നതായിട്ട് കാണാം. അതൊരു മാസ്മരിക പ്രഭാവലയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കഥാപാത്രത്തിൻ്റെ ആ ഒരു ആത്മീയമായ ഒരു പ്രകാശ വലയം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കഥകളിയും ടൂറിസം സെൻ്ററുകളിൽ നടത്തുന്ന കഥകളിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന് മെയിനായിട്ടുള്ളത് സമയത്തിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു ട്രഡീഷണലായിട്ട്, പാരമ്പര്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, ആസ്വാദകർക്ക് വേണ്ടി ഉത്സവ സമയങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കഥകളി കാണുവാൻ വേണ്ടി ആൾക്കാർ വരുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. ഇതാണല്ലോ നമ്മൾ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഒരുപാട്, പക്ഷേ പണ്ടത്തെ ആ ഒരു മുൻകാലങ്ങളിലെ സമയം ഇപ്പോൾ ക്ഷേത്രങ്ങളിലില്ല. പുലരും വരെ കഥകളി അവതരിപ്പിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിലുള്ളൂ. അപൂർവ ക്ഷേത്രം, എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്ന് സാമ്പത്തിക ബാധ്യതയാവാം, ഒരു കഥകളി അവതരിപ്പിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വെക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യതയാവാം. പിന്നെ അടുത്ത കാര്യം, പുലരും വരെ കഥകളി കണ്ട് ഉറക്കമൊഴിയുന്ന ഒരു തലമുറയല്ല ഇന്ന് നമ്മുടേത്. തീർച്ചയായും എല്ലാവർക്കും ജോലിയുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല, പുലരും വരെ കഥകളി കാണാൻ കിടന്നുറങ്ങാം. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം രാവിലെ ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ പുലരും വരെ കഥകളി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സമയക്കുറവ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു കഥ അവതരിപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടി കഥ തീരുന്നു. 7 മണിക്ക് തുടങ്ങി 11-12 മണിക്ക് കഥകളി അവസാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ പൊതുവേ കാണുന്നത്. ഈ ടൂറിസം കഥകളിലേക്ക് വരുമ്പോൾ ആ ഒരു കഥയുടെ ചില ഭാഗങ്ങൾ മാത്രം അവതരിപ്പിക്കും. ഇപ്പോൾ കിരാതമായാലും ദുര്യോധനവധമായിരുന്നാലും 4 മണിക്കൂർ തീരിടുന്ന കഥകളി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അവതരിപ്പിക്കുന്നു. അതാണ് ഈ ടൂറിസം കഥകളുടെ പ്രത്യേകത. അതുമാത്രമല്ല, ടൂറിസം കഥകളിൽ ഡെമോൺസ്ട്രേഷൻ എന്നൊരു സംഗതിയുണ്ട്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ടൂറിസം സെൻ്ററുകളിൽ കഥകളി കാണാൻ വരുന്നത് കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരും വിദേശികളുമാണ്, വിദേശ പൗരന്മാരുമാണ്. അപ്പോൾ അവർക്ക് കഥകളി എന്താണെന്ന് പോലും അറിയില്ല. കേരളത്തിൻ്റെ ഒരു കലാരൂപം എന്ന് മാത്രമേ അറിയാവൂ. ഇപ്പോൾ ഈ കഥകളി എന്താണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഘടന കൂടി, എന്നുള്ള ഒരു ബാധ്യത കൂടി ഈ ടൂറിസം കഥകളി സെൻ്ററുകൾക്കുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കണമെന്ന് മാത്രം. ചിലയിടങ്ങൾ അങ്ങനെ അല്ല, അതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ വ്യക്തമായും വളരെ മനോഹരമായും, അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചുകൊണ്ട് കഥകളി അവതരിപ്പിക്കുന്ന ടൂറിസം കഥകളി സെൻ്ററുകൾ ഇന്ന് ധാരാളമുണ്ട്. അത് ധാരാളം കലാകാരന്മാരുടെ ഉപജീവനം കൂടെയാണ്. ഇപ്പോൾ നമ്മൾ കലാമണ്ഡലത്തിൽ വർഷം തോറും ഇറങ്ങുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലായിടത്തും അവസരം ലഭിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ സർക്കാർ പോലും ഈ കേരളം എന്ന ഐക്കൺ പോലെ നിലനിർത്തുന്ന കഥകളിയാണ്. ഈ കഥകളിയെ പോലെ ഒരു സ്കൂളുകളിൽ പാഠ്യവിഷയമാക്കിയിട്ടില്ല. സ്കൂളുകളിൽ കഥകളി നടന്മാർ ഉണ്ടാകണമെന്നല്ല എന്നർത്ഥം. സ്കൂളുകളിൽ ഇത് പാഠ്യവിഷയമാക്കിയാൽ ഒരു വരുന്ന തലമുറയ്ക്ക് കല എന്താണെന്നെങ്കിലും മനസ്സിലായി, ആസ്വദിക്കാനെങ്കിലും സാധിക്കും. ഒരു മുദ്ര എന്ന് പറയുന്ന മുദ്രകളുടേതായ ഒരു പഠന സമ്പ്രദായം തുടങ്ങിയ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. അപ്പോൾ അതുകൊണ്ട് ഈ ടൂറിസം കഥകളി സെൻ്ററുകൾ
അല്ലെങ്കിൽ അമ്പലങ്ങൾ നടത്തുന്നു, ഇത് രണ്ട് വേർതിരിവുണ്ടെങ്കിൽ പോലും പക്ഷെ അത് പുതിയ ഒരു രാജ്യത്തേക്ക്, മറ്റൊരു രാജ്യത്തേക്ക് നമ്മുടെ കലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ധാരാളം പേർ കഥകളി എന്തെന്ന് അറിയാതെ ഇവിടെ വന്ന് അറിഞ്ഞു മടങ്ങുന്ന ടൂറിസം കഥകളി സെൻ്ററുകൾ ധാരാളം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ കഥകളിയിൽ ഡെമോൺസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കഥകളിയുടെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ, കഥകളിൽ എല്ലാവർക്കും അറിയാം നവരസങ്ങൾ, 9 രസങ്ങളുണ്ട് കഥകളി. ഈ നവരസങ്ങൾ, മുദ്രകൾ, ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നവരസങ്ങളിലൂടെ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 24 മുദ്രകൾ എന്ന് കഥകളിൽ പറയുന്നു. ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പോലെ മലയാളത്തിലെ അക്ഷരങ്ങൾ പോലെ ഓരോ മുദ്രകളും ഓരോ അക്ഷരങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് പതാക, 2 കൈയിലും നമ്മൾ പതാക എന്ന മുദ്ര പിടിക്കുന്നു. മുദ്രാഖ്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുഖതുണ്ടം, കപിത്തകം എന്ന് തുടങ്ങി 24 മുദ്രകളുണ്ട്. ഇത് മലയാളത്തിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓരോ അക്ഷരങ്ങളായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ 2 മുദ്രകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വാക്കുണ്ടാകുന്നത് പോലെ 2 മുദ്രകൾ ചേർത്ത് കഥകളിയിൽ ഒരു പാചകം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ പതാക എന്ന് പറഞ്ഞു, ഈ പതാക വേറെ രീതിയിൽ കാണിക്കുമ്പോൾ, ഇങ്ങനെ കാണിക്കുമ്പോൾ ആന എന്ന മുദ്രയായി അതിങ്ങനെ അതിൻ്റേതായ രീതിയിലെടുത്ത് ആ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ 2 പതാക മുദ്രയാണ്. ആന എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് അവിടെ രൂപപ്പെട്ടു. ഇപ്പോൾ സമുദ്രം എന്ന് കാണിക്കുമ്പോൾ ഈ 2 മുദ്രാഖ്യം പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് സമുദ്രം എന്ന ഒരു മുദ്രയായി രൂപപ്പെട്ടു. ഇപ്പോൾ ഇത് ചേർത്ത് വെച്ച് നമ്മൾ വാചകങ്ങൾ പറയുന്നു. ഇപ്പം ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു, അത് മുദ്രയാണ്, ഈ പതാക മുദ്രയാണ്, പോകുന്നു എന്ന് കാണിച്ചു. ഇപ്പോൾ ഒരു വാചകം അവിടെ പൂർത്തി ഈ 2 മുദ്രകൾ ഉപയോഗിച്ച്. അതുപോലെ തന്നെ നവരസങ്ങൾ, ഇതിന് ഓരോന്നിനും എക്സ്പ്രഷൻ. ഇപ്പോൾ ശൃംഗാരം എന്ന രസം, നവരസങ്ങളിൽ പ്രഥമമായ ഒന്നാണ് ശൃംഗാരം. അപ്പോൾ അത് കാണിക്കുന്നു. അപ്പോൾ നമ്മളിരുന്ന് അവർ ഇത് ശൃംഗാരം എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു റൊമാൻസ് എന്ന ഭാഷയിൽ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും. വീരം എന്ന് പറയുന്ന ഒരു രസം, അങ്ങനെ ഓരോ രസങ്ങളും അവതരിപ്പിക്കുന്നു. ശൃംഗാരം, വീരം, കരുണം, സങ്കടം, മുഖത്തിൻ്റെ ചലനങ്ങൾ, പേശികളുടെ ചലനങ്ങൾ, മുദ്രകളുടെ ആ ഒരു പൂർണ്ണത, ഇതെല്ലാം നമ്മൾ പുറമേ അല്ലെങ്കിൽ വരുന്ന കാഴ്ചക്കാർക്ക് ഉദാഹരണ സഹിതം അവതരിപ്പിക്കുന്നു. ഇതാണ് ഡെമോൺസ്ട്രേഷൻ കഥകളിൽ പൊതുവേ ഉള്ളത്. കഥകളിൽ പ്രധാനമായ ഉപാംഗമാണ് കണ്ണ്. അപ്പോൾ ഈ കണ്ണ് വെച്ചിട്ട് കണ്ണ് സാധകം, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാവിലെ കലാമണ്ഡലത്തിൽ പോലും ക്ലാസ് തുടങ്ങുന്നത് വെളുപ്പിനെ 4 മണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണ് സാധകം, അതായത് കണ്ണ് സാധകം കഥകളിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുന്നു. അത് ഡെമോൺസ്ട്രേഷനിൽ കാണിക്കുമ്പോൾ നമ്മൾ കൈ കെട്ടിയിരുന്നിട്ട് ഇങ്ങനെ ഇതിന് ഓരോ കാലങ്ങളുണ്ട്. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം എന്ന് പറയുന്ന ഓരോ കാലത്തിനനുസരിച്ച് ഈ കണ്ണുകൾ കറക്കുന്നു. അപ്പോൾ ഈ സൈഡും 2 വശത്തേക്കും ഇങ്ങനെ ഓരോരോ ചലനങ്ങൾ കണ്ണിനുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടുന്നതാണ്.